അങ്ങനെ വീട്ടിൽ നിന്ന് ഇതേ പിറ്റേന്ന് തന്നെ ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോൾ തിരിച്ച് പോരുമ്പോഴും എന്തായാലും എന്നെ വെറും കൈയോടെ വിടാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വെറൈറ്റി ഐറ്റംസും കൂടി നന്നായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ളതാട്ടോ. കാരണം ഇവിടെ വന്നപ്പോൾ തൊട്ടേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അമ്മ തിങ്കൾ സംഭാരം പ്രൊഡക്റ്റ് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നി വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് വാങ്ങണം എന്നിട്ട്. ഇത് തിങ്കൾ സംഭാരം മാത്രമല്ല കേട്ടോ, ഇവരുടെ പ്രൊഡക്റ്റിൽ നമ്മുടെ ദോശയ്ക്കും ഇഡ്ഡലിക്കുള്ള മാവാണ് കേട്ടോ. ഇത് സെറ്റായിട്ടാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതെടുത്ത് കലക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സിമ്പിളാണ്. അതായിരുന്നു ഞാൻ ഇന്നലെയൊക്കെ ഇവിടെ വീട്ടിൽ ദോശയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് അച്ഛൻ കുറച്ച് പരിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മടേലുള്ള കുറച്ച് തിങ്കൾ പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തരുന്നത്. ഇതിൽ കൊണ്ടാട്ടമുളക്, സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി, ഇങ്ങനത്തെ ഒരുവിധം ഐറ്റംസ് ഒക്കെ അവർക്ക് ഉണ്ട് കേട്ടോ തിങ്കൾ ബ്രാൻഡില്. തേജുനാണെങ്കിൽ ഇത് എന്താന്നും എന്തിനാന്നും അറിയില്ലെങ്കിലും കൂടിയിട്ട് കവർ നിറഞ്ഞ് കണ്ടപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ. പിന്നെ തേജുവിന് ഇത് അമ്മ ഒരു കൈനീട്ടം പോലെ കൊടുത്തു. വേറെ നല്ല സ്കൂളൊക്കെ തുറക്കല്ലേ, ഇത് കയ്യിൽ വെച്ചോന്നും പറഞ്ഞിട്ട് അവന് കൊടുത്തു കേട്ടോ. അവന്റെ സന്തോഷം ഇതൊക്കെയാണല്ലോ. അതിനിത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 മണി വൈകിട്ടാട്ടോ പോണത്. അപ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വേഗം പണി മാറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് അച്ഛൻ വരാൻ നേരം എഴുകുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങാറായി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അച്ഛൻ വേഗം വന്നു. പിന്നെ ഇതേ തേജപ്പൻ അച്ഛൻ്റെ വകതേ പാപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ കവറിൽ നിറയ്ക്കുന്ന കണ്ടപ്പോൾ തേജു ഡബിൾ ഹാപ്പിയാണ്. കാരണം അവൻ്റെ മനസ്സ് നിറയണമെങ്കിൽ അവൻ കൊണ്ടുപോകണ കവർ നിറയണം കേട്ടോ. അപ്പോൾ അതെന്തായാലും നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗതേ ചെരുപ്പും ഇതൊക്കെ എടുത്തിട്ട് വേഗം റോട്ടിലേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അച്ഛനായിട്ട് ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓട്ടോ കാത്തിട്ടാട്ടെ നിൽക്കണത്. അപ്പോൾ തേജുനോട് ഇങ്ങനെ ചോദിക്കണ്ടേ എന്താണ് ഇനി വരിക, എന്നാ വരിക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ഇനി ഞാൻ സ്കൂൾ തുറക്കുകയാണ്, ഇനിയൊന്നും പഠിത്തമൊന്നും വരില്ല, ഇനി വിശേഷമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ വണ്ടിയിൽ കയറിയത്. പിന്നെ അത് ഞങ്ങൾ ടാറ്റൊക്കെ കൊടുത്തിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്കാട്ടോ പോണത്. ഇപ്പം എനിക്ക് ഒരു ദിവസം വീട്ടിൽ നിന്നാൽ കുറേ ദിവസം നിന്ന പോലത്തെ ഒരു സന്തോഷമായിട്ടാണ് കിട്ടുക. ഇനിയിപ്പോൾ തേജുവിന് ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള പോക്കൊക്കെ കണക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടോ. അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ആണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാവേ, ബൈ.